ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൻ നംൽ 13 മുതൽ 15 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഫലമ്മ, ഇതിൽ മീം മുശദ്ദദയെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫലമ്മ ജാഅത്ഹും, ഇതിൽ വന്ന ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫിനെ നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. ശേഷം ഹംസ അതേ പദത്തിൽ തന്നെ വന്നതാണ് കാരണം. ജാഅത്ഹും ആയാതുന, ഇതിൽ വന്ന സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ജാഅത്ഹും ആയാതുന മുബ്സിറഹ്, ഈ പദത്തിൽ വന്ന ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിച്ച് വ്യക്തമാക്കുക. മുബ്സിറതൻ ഖാലു, ഇവിടെ സ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം നൽകിക്കൊണ്ട് സ്വാദ് തടിപ്പിച്ചുച്ചരിക്കുക. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ പെട്ടതാണ് സ്വാദ്. റാഇന് തഫ്ഖീം കൊടുക്കുക. മുബ്സിറ മുബ്സിറതൻ ഖാലു. തൻവീനും ശേഷം ഖാഫുമാണ് വന്നത്. ഇഖ്ഫാ ഹഖീഖി നൽകി തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, തടിപ്പിക്കണം. കാരണം ശേഷം ഖാഫ് ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽപ്പെട്ട തഫ്ഖീം ചെയ്യേണ്ടതായ അക്ഷരമായതുകൊണ്ട് തൻവീനിലും തഫ്ഖീം വേണം, തൻവീനിൻ്റെ മണിക്കലിൽ. അപ്പോൾ മുബ്സിറതൻ ഖാലു തൻ എന്നിങ്ങനെ തടിപ്പിച്ചുകൊണ്ട് മണിക്കുക. മുബ്സിറതൻ ഖാലു, ഖാലു എന്ന് പറയുമ്പോൾ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്, ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീമാണ്. ഖാലു ഹാദ, ഹാദ 2 അക്ഷരം ഇസ്തിഫാലിൻ്റെതാണ്. അവയുടെ അലിഫുകളും തർക്കീഖ് ചെയ്തു ഉച്ചരിക്കുക. വ്യക്തമായി ഹാ, അത് ഹ പോലെ ആയി പോകരുത്. ഹാദ ഹാദ സിഹ്റും മുബീൻ, സിഹ് ഹ വ്യക്തമാക്കുക, മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. റാഇനും തഫ്ഖീമാണ്. സിഹ്റും തൻവീനും ശേഷം മീമും. ഇദ്ഗാം ബിഗുന്ന കാമിൽ നൽകി മീമിലേക്ക് തൻവീനിനെ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. സിഹ്റും മുബീൻ. വജഹദൂ ബിഹാ, വജഹദൂ ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. ജീമും എല്ലാ അക്ഷരങ്ങളും തന്നെ കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ, ഇവിടെ ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. മറ്റക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കുക. വസ്തൈഖനത്ഹാ, ഖാഫിന് മാത്രമേ തഫ്ഖീമുള്ളൂ, മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീമില്ല, തർക്കീഖാണ് എല്ലാറ്റിനും എന്നതും ശ്രദ്ധിക്കുക. ത ഷിദ്ദ ഹംസ് തുടങ്ങിയ സിഫത്തുകളുള്ള അക്ഷരമാണ്. വസ്തൈഖനത്, വസ്തൈഖനത് എന്ന താഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. വസ്തൈഖനത്ഹാ അൻഫുസുഹും, ഇതിൽ വസ്തൈഖനത്ഹാ എന്നതിൽ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കേണ്ടതാണ്. അൻഫുസുഹും സാക്കിനത്തായ നൂനും ശേഷം ഫാഉം ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അൻഫുസുഹും, അൻഫുസുഹും ഗുൽമ, സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഗുൽമ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക, ശ്രദ്ധിക്കുക. തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, നിസ്ബിയായ തഫ്ഖീം കൊടുക്കണം. ഗുൽമൻ വഉലുവ, ഗുൽമൻ വഉലുവ, എല്ലാ ഹർഫുകളും കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. വാവ് ചുണ്ടുകളിൽ നിന്ന് തന്നെ വരണം. ഐന് തൊണ്ടയുടെ മധ്യമാണ്.
ളുൽമൻ വ തൻവീൻ ശേഷം വാവ് ഇവിടെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കണം തൻവീനിനെ. ളുൽമൻ വഉലുവ ഫൻദുർ ഈ പദത്തിൽ സാക്കിനത്തായ നൂനും ശേഷം ളാഉമാണ്. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം ഇസ്തിഅലാഇന്റെ ഹർഫായതുകൊണ്ട് തഫ്ഖീം മണിക്കലിലും വേണം. ഫൻദുർ റാഇനും തഫ്ഖീം കൊടുക്കുക. റാഇന് സുക്കൂനും തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട ളമ്മും ഉണ്ട്. ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. ആഖിബത്തു ഖാഫിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രം നൽകിയാൽ മതി. ആഖിബത്തുൽ മുഫ്സിദീൻ അൽ മുഫ്സിദീൻ വ്യക്തമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം, തെറ്റിപ്പോവരുത്. താഴെ ചുണ്ടിൻ്റെ മധ്യഭാഗവും മേലെ മൻപല്ലിൻ്റെ അറ്റവുമാണ് ഫാഇൻ്റെ മഖ്റജ്. അൽ മുഫ്സിദീൻ. വലഖദ് ആതൈനാ വലഖദ് ഇതിൽ ഖാഫിന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. ശ്രദ്ധിക്കുക, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല, എല്ലാം തർഖീഖിൻ്റെ അക്ഷരങ്ങളാണ്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിക്കണം. വലഖദ് ആതൈനാ ദാവൂദ എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റേതാണ്, തർഖീഖ് ചെയ്യേണ്ടവയാണ്. ദാവൂദ വസുലൈമാന ഇൽമ അവിടെ ഇൽമൻ എന്ന് ചേർത്തോതുമ്പോൾ ഇൽമൻ വഖാല എന്ന് തൻവീനിനെ ഇദ്ഗാം ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിക്കേണ്ടതാണ്. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. ഇൽമൻ വഖാല അൽഹംദുലില്ലാഹ്. വഖാല എന്ന് ദ്വിവചന രൂപത്തിലാണ്, മുസന്നയുടെ സീഗയാണ് അവിടെ. വഖാല അവർ രണ്ടുപേരും പറഞ്ഞു, അഥവാ ദാവൂദ് സുലൈമാൻ അലൈഹിം അസ്സലാത്തു വസ്സലാം അവർ രണ്ടുപേരും പറഞ്ഞു എന്നർത്ഥത്തിൽ വഖാല എന്നാണ് അവിടെയുള്ളത്. എന്നാൽ ചേർത്ത് ഓതുമ്പോൾ വഖാല അൽഹംദുലില്ലാഹ് എന്ന് അലിഫിനെ ഹദ്ഫ് ചെയ്യുന്നതാണ് ഇൽതിഖാഉ സാക്കിനീൻ പരിഹരിക്കുവാൻ വേണ്ടി. وقال الحمد لله الذي فضلنا وقال الحمد لله الذي الحمد എന്നതിൽ സാക്കിനത്ത് അമീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഫദ്ദലന ഇതിൽ ദ്വാദിന് തഫ്ഖീമാണ്. ദ്വാദിൻ്റെ മഖ്റജ് മാറിപ്പോവരുത്. നാവിൻ്റെ സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്തുകൊണ്ട് ഇടതുവശത്ത് നിന്ന് ഉച്ചരിക്കലാണ് സൗകര്യം. ഫദ്ദലന അലാ കസീരിൻ എന്നതിലെ തൻവീനിനെ പൂർണ്ണമായി മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. അലാ കസീരിൻ മിൻ ഇബാദിഹി മിൻ എന്നതിലെ സാക്കിനത്ത് അനൂൻ ശേഷം ഐന് വന്നതുകൊണ്ട് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ എല്ലാ ഹർഫുകളും കൃത്യമായി ഉച്ചരിക്കുക. അൽ മുഅ്മിനീൻ ഹംസ ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. അത് അൽ മുഅ്മിനീൻ എന്ന് അവ്യക്തമായി അല്ലെങ്കിൽ ഒരു ലോലമായ രൂപത്തിലാവരുത്. അൽ മുഅ്മിനീൻ എന്ന് വ്യക്തമാക്കുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فلما جاءتهم آياتنا مبصرة قالوا هذا سحر مبين وجحدوا بها واستيقنتها أنفسهم ظلما وعلوا فانظر كيف كان عاقبة المفسدين. ولقد آتينا داود وسليمان علما وقال الحمد لله الذي فضلنا على كثير من عباده المؤمنين